ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മലയാളികൾക്കും ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഓണം മെഗാ ക്വിസ് 2026 ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന ഉത്സവം ഏതാണ്? ഉത്തരം ഓണം. ആരുടെ ഭരണകാലത്തെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം മഹാബലി ചക്രവർത്തി. മഹാബലി രാജാവിൻ്റെ അഹങ്കാരം മാറ്റാൻ മഹാവിഷ്ണു എടുത്ത അവതാരം ഏതാണ്? ഉത്തരം വാമനൻ. വാമനൻ മഹാബലിയോട് ഭിക്ഷയായി ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഉത്തരം 3 അടി മണ്ണ്. ഏത് മലയാള മാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങം. ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന അത്തം നാളിൽ നടക്കുന്ന പ്രശസ്തമായ ഘോഷയാത്ര ഏത്? ഉത്തരം തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഓണാഘോഷത്തിൻ്റെ 1-ാമത്തെ ദിവസവും 10-ാമത്തെ ദിവസവും അറിയപ്പെടുന്നത് ഏത് നക്ഷത്രങ്ങളുടെ പേരിലാണ്? ഉത്തരം അത്തം തിരുവോണം. ഓണപ്പൂക്കളത്തിൽ 1-ാം ദിവസമായ അത്തം നാളിൽ എത്ര വരി പൂക്കളാണ് ഇടാറുള്ളത്? ഉത്തരം 1 വരി പൂവ് മാത്രം, അതും തുമ്പപ്പൂവ്. ചിത്തിര നാളിൽ പൂക്കളത്തിൽ എത്ര വരി പൂക്കൾ ഇടാറുണ്ട്? ഉത്തരം 2 വരി പൂക്കൾ. ചോതിനാളിൽ പൂക്കളത്തിൽ നിർബന്ധമായും ചേർക്കുന്ന പുതിയ ഇനം പൂവ് ഏതാണ്? ഉത്തരം ചെമ്പരത്തിപ്പൂവ്. ഓണത്തിൻ്റെ പ്രധാന വിഭവമായ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കായ ഏതാണ്? ഉത്തരം നേന്ത്രക്കായ അഥവാ ഏത്തക്കായ. ഓണസദ്യയിൽ സാധാരണയായി എത്ര കൂട്ടം കറികളാണ് വിളമ്പാറുള്ളത്? ഉത്തരം 20 മുതൽ 30 വരെ വിഭവങ്ങൾ. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ പാരമ്പര്യ വള്ളംകളി ഏതാണ്? ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കുട്ടനാട്ടിലെ പുന്നമടക്കായലിൽ വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏത്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികൾക്ക് നൽകുന്ന വെള്ളിക്കപ്പ് സമ്മാനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം
ജവഹർലാൽ നെഹ്റു 1952. വള്ളംകളി മത്സരങ്ങളിൽ തുഴച്ചിൽക്കാർ താളത്തിൽ പാടുന്ന പാട്ടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വഞ്ചിപ്പാട്ട്. വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും നീളം കൂടിയതും വേഗതയേറിയതുമായ വള്ളങ്ങൾ ഏവ? ഉത്തരം ചുണ്ടൻ വള്ളങ്ങൾ. ഓണക്കാലത്ത് തൃശൂരിൽ കലാകാരന്മാർ ശരീരത്തിൽ കടുവയുടെയും പുലിയുടെയും ചിത്രങ്ങൾ ചായം പൂശി നൃത്തം ചെയ്യുന്ന പ്രശസ്തമായ കലാരൂപം ഏത്? ഉത്തരം പുലിക്കളി. 2016 മുതൽ സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സ്ത്രീകൾ പരമ്പരാഗത വേഷം ധരിച്ച് വിളക്കിനു ചുറ്റും കൈകൊട്ടിക്കളിക്കുന്ന നൃത്തരൂപം ഏത്? ഉത്തരം തിരുവാതിരക്കളി അഥവാ കൈകൊട്ടിക്കളി. മാവേലി നാടു വാണിടുകാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന വരികൾ ഏത് പാട്ടിൽ നിന്നുള്ളതാണ്? ഉത്തരം ഓണപ്പാട്ട്. മഹാബലി രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായ കേരളത്തിലെ ഏക ക്ഷേത്രം ഏത്? ഉത്തരം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം, എറണാകുളം. ഓണക്കാലത്ത് കുട്ടികൾ ആവേശത്തോടെ കളിക്കുന്ന പരമ്പരാഗത പന്തുകളി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓണപ്പന്തുകളി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 2 ടീമുകൾ കയറിന്റെ ഇരുവശങ്ങളിലും നിന്ന് പരസ്പരം വലിച്ചു ശക്തി തെളിയിക്കുന്ന ആവേശകരമായ കായിക വിനോദം ഏത്? ഉത്തരം വടംവലി. ഓണത്തിന്റെ അവസാന ദിവസമായ ചതയം നാളിൽ ജനിച്ച പ്രശസ്തനായ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. തിരുവോണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളായ 11-ാമത്തെയും 12-ാമത്തെയും ഓണ ദിവസങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അവിട്ടം, ചതയം. കേരളത്തിന്റെ സംസ്ഥാന ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 1961. മഹാബലി ചക്രവർത്തി ഏത് വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു? ഉത്തരം അസുരവംശം, പ്രഹ്ലാദന്റെ പേരക്കുട്ടി. മഹാബലി ചക്രവർത്തിയുടെ ഭരണകേന്ദ്രമായിരുന്ന പ്രശസ്തമായ സ്ഥലം ഏതാണ്? ഉത്തരം തൃക്കാക്കര, എറണാകുളം ജില്ല.
ഓണപ്പൂക്കളത്തിന്റെ മധ്യത്തിലായി മണ്ണുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കുന്ന രൂപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പൻ. പൂരാടം നാളിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കാൻ ഉപയോഗിക്കുന്ന രൂപങ്ങൾ എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം കളിമണ്ണ്. ഓണക്കാലത്ത് വടക്കൻ മലബാറിൽ അഥവാ കണ്ണൂർ, കാസർഗോഡ് വീടുകൾ തോറും കയറിയിറങ്ങി ജനങ്ങളെ അനുഗ്രഹിക്കുന്ന തെയ്യം രൂപം ഏത്? ഉത്തരം ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ. ഓണവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ പ്രധാന വിനോദമായ പുലിക്കളി ആദ്യമായി ആരംഭിച്ച രാജാവ് ആര്? ഉത്തരം ശക്തൻ തമ്പുരാൻ. ഓണത്തിന് മലയാളികൾ ധരിക്കുന്ന പരമ്പരാഗത വസ്ത്രം ഏത്? ഉത്തരം കസവ് മുണ്ടും സാരിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് സമർപ്പിക്കുന്ന പ്രശസ്തമായ വഴിപാട് ഏതാണ്? ഉത്തരം ഓണവില്ല് സമർപ്പണം. കേരളത്തിന്റെ ചരിത്രവും ഐതിഹ്യവും വിവരിക്കുന്ന കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. 1843 ഈ ചരിത്ര ഗ്രന്ഥം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. ഓണസദ്യയിൽ ഇലയുടെ ഇടതുവശത്തെ അറ്റത്തായി ആദ്യം വിളമ്പുന്ന കട്ടി വിഭവം ഏതാണ്? ഉത്തരം ഉപ്പേരി അഥവാ കായ വറുത്തത്, ശർക്കര വരട്ടി. പ്രശസ്തമായ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് ആര്? ഉത്തരം രാമപുരത്തു വാര്യർ. മഹാബലി രാജാവ് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരുന്നത് ഏത് നക്ഷത്രത്തിലാണ്? ഉത്തരം തിരുവോണം നക്ഷത്രത്തിൽ. തിരുവോണം നാളിൽ മഹാബലിയെ വരവേൽക്കാൻ വീട്ടുപടിക്കൽ വയ്ക്കുന്ന ഓണത്തിന്റെ പ്രധാന പ്രതീകം ഏതാണ്? ഉത്തരം അത്തപ്പൂക്കളം. ഓണസദ്യയിൽ സാധാരണയായി എത്ര തരം പായസങ്ങളാണ് വിളമ്പാറുള്ളത്? ഉത്തരം 2-4 തരം പ്രഥമൻ പായസങ്ങൾ. വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ അമരത്ത് അഥവാ ബാക്ക് സൈഡിൽ പങ്കായം പിടിച്ചു നിൽക്കുന്ന ആളുകളെ എന്ത് വിളിക്കുന്നു? ഉത്തരം അമരക്കാർ.
കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ സമാപിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാര മൈതാനത്ത്. ഓണസദ്യയിലെ പച്ചടിക്ക് അതിൻ്റെ പ്രത്യേക രുചി നൽകാൻ തേങ്ങയുടെ കൂടെ പച്ചയ്ക്ക് അരച്ചു ചേർക്കുന്നത് എന്ത്? ഉത്തരം കടുക്. ഓണാഘോഷങ്ങളുടെ സമാപന ദിവസമായ ചതയം നാളിൽ കോട്ടയം കുമരകത്ത് വെച്ച് നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏത്? ഉത്തരം കുമരകം വള്ളംകളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി എന്നും പറയും. ഓണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടക്കുന്ന കുമ്മാട്ടിക്കളിയിൽ ആളുകൾ ധരിക്കുന്ന വസ്ത്രം എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം കിഴുക്കാട്ടിൽ പുല്ല് അഥവാ പർപ്പിടക പുല്ല്. മഹാബലി ചക്രവർത്തിയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം വിന്ധ്യാവലി. ഓണക്കാലത്ത് കുട്ടികൾ പൂക്കളമിടാൻ തുമ്പപ്പൂ പറിക്കുമ്പോൾ പാടുന്ന പ്രശസ്തമായ നാടൻ പാട്ട് ഏതാണ്? ഉത്തരം തുമ്പപ്പൂവേ ചോറൂണോ എന്നു തുടങ്ങുന്ന പാട്ട്. ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്ന പരിപ്പ് കറിക്കൊപ്പം ഒഴിക്കുന്ന പരമ്പരാഗതമായ നെയ്യ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഉരുക്കുനെയ്യ്. പശുവിൻ നെയ്യ് പ്രത്യേകം ഉരുക്കിയെടുത്തതാണ്. ഓണത്തിൻ്റെ 10 ദിവസങ്ങളിൽ 8ാം ദിവസമായ പൂരാടം നാളിൽ ചെയ്യുന്ന പ്രധാന ചടങ്ങ് എന്താണ്? ഉത്തരം തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹം ഒരുക്കുന്നു അഥവാ പൂരാട ഉണ്ണികൾ എന്ന് പറയും. ഐതിഹ്യങ്ങൾ പ്രകാരം മഹാബലി ചക്രവർത്തി ഏത് പ്രശസ്തനായ അസുര രാജാവിൻ്റെ മകനായിരുന്നു? ഉത്തരം വിരോചനൻ. തിരുവോണത്തിന് തൊട്ടടുത്ത ദിവസമായ അവിട്ടം നാളിൽ കണ്ണൂർ ഭാഗങ്ങളിൽ കെട്ടിയാടുന്ന പ്രശസ്തമായ നൃത്തരൂപം ഏത്? ഉത്തരം ഓണപ്പൊട്ടൻ തെയ്യം. തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവ് ആരായിരുന്നു? ഉത്തരം ശക്തൻ തമ്പുരാൻ. ഓണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന ഭാഗങ്ങളിൽ പുരുഷന്മാർ പരസ്പരം കൈകൾ കോർത്ത് നടത്തുന്ന കായിക വിനോദം ഏത്? ഉത്തരം ഓണത്തല്ല്. ഓണസദ്യയിൽ ഉപയോഗിക്കുന്ന അവിയൽ എന്ന വിഭവം ആദ്യമായി ഉണ്ടാക്കിയത് ഭീമനാണെന്ന് പറയുന്ന പുരാണ കഥ ഏത്? ഉത്തരം മഹാഭാരതം. അജ്ഞാതവാസകാലത്ത്. ഓണത്തിൻ്റെ പ്രശസ്തമായ വഞ്ചിപ്പാട്ടുകൾ പാടാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം ഏത്?
ഉത്തരം നദോന്നത. തൃക്കാക്കര ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഓണാഘോഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 11-ാം നൂറ്റാണ്ടിലെ ശിലാശാസനം ഏത്? ഉത്തരം തൃക്കാക്കര ശിലാശാസനം. ഓണം എന്ന വാക്ക് ഏത് സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത്? ഉത്തരം ശ്രാവണം. ഓണത്തോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഓണവില്ല് നിർമ്മിക്കാൻ അവകാശമുള്ള കുടുംബം ഏതാണ്? ഉത്തരം വിളയിൽ വീട് കുടുംബം. ഓണം കേറാമൂല എന്ന മലയാള ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം പരിഷ്കാരങ്ങൾ എത്തിനോക്കാത്ത ഉൾനാടൻ പ്രദേശം അഥവാ കുഗ്രാമം. ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്ത്? ഉത്തരം പള്ളിയോടങ്ങൾ. ഓണസദ്യയിൽ ശർക്കരയും ചുക്ക്, ജീരകം തുടങ്ങിയ കൂട്ടുകളും ചേർത്ത് ഉപ്പേരിക്ക്, കായ വറുത്തതിന് ഒപ്പം ആദ്യം കഴിക്കുന്ന മധുര പലഹാരം ഏതാണ്? ഉത്തരം ശർക്കര വരട്ടി. വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ഉത്തരം 5-ാമത്തെ അവതാരം. കൃഷിയുമായി ബന്ധപ്പെട്ട് ചിങ്ങമാസത്തിലെ 1-ാം തീയതി നമ്മൾ ഏത് ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. വാമനൻ മഹാബലിക്ക് നൽകിയ അഹങ്കാരമില്ലാത്ത ഭക്തൻ എന്ന പദവിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം മഹാഭാഗവതൻ. ഓണക്കാലത്ത് തൃശൂർ ജില്ലയിൽ കുമ്മാട്ടിക്കളി നടത്തുമ്പോൾ ആളുകൾ ധരിക്കുന്ന മുഖംമൂടികൾ എന്ത് മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം ശീമപ്ലാവ്, പ്ലാവ് എന്നിവ കൊണ്ട്. മഹാബലി രാജാവിന് പാതാളത്തിന്റെ അധിപനാകാൻ വാമനൻ നൽകിയ പദവി ഏതാണ്? ഉത്തരം സുതലത്തിന്റെ അധിപൻ. ഓണക്കാലത്ത് പെൺകുട്ടിയെ മധ്യത്തിലിരുത്തി കൈകളിൽ തുമ്പപ്പൂവും തുളസിയിലയും നൽകി ചുറ്റുമിരുന്ന് സ്ത്രീകൾ പാട്ടുപാടി നടത്തുന്ന പരമ്പരാഗത വിനോദം ഏതാണ്? ഉത്തരം തുമ്പിതുള്ളൽ. പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ള ചുണ്ടൻ വള്ളം ഏതാണ്? ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ.
കാനഡയിൽ വെച്ച് ഓണത്തോടനുബന്ധിച്ച് മലയാളി അസോസിയേഷനുകൾ നടത്തുന്ന വള്ളംകളി ഏത് കായലിലാണ്? ഉത്തരം പ്രൊഫസർ ലേക്ക്. വാമനമൂർത്തിയുടെ കാൽപാദം പതിഞ്ഞ ഇടം എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന കുളം ഏതാണ്? ഉത്തരം കപിലതീർത്ഥം. ഒളശ്ശയിലെ പ്രശസ്തമായ പാരമ്പര്യ വള്ളംകളി ഏത് ജലാശയത്തിലാണ് നടക്കുന്നത്? ഉത്തരം മീനച്ചിലാറ്റിൽ. മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചതിനു ശേഷം വാമനൻ അദ്ദേഹത്തിന് കാവലായി നിന്നു എന്ന് പറയുന്ന പുരാണം ഏത്? ഉത്തരം ഭാഗവത പുരാണം. ആറന്മുള വള്ളംകളിക്ക് മുന്നോടിയായി നടക്കുന്ന പ്രശസ്തമായ സദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വള്ളസദ്യ. വള്ളസദ്യയിൽ സാധാരണയായി പരമാവധി എത്ര കൂട്ടം വിഭവങ്ങൾ വരെ വിളമ്പാറുണ്ട്? ഉത്തരം 64 കൂട്ടം വിഭവങ്ങൾ. ഓണക്കാലത്ത് കാസർഗോഡ് ഭാഗങ്ങളിൽ കെട്ടിയാടുന്ന പ്രശസ്തമായ വേടൻ തെയ്യം ഏത് പുരാണ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കിരാതാർജുനീയം, ശിവനും അർജുനനും. പമ്പാ നദിയിൽ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളംകളി ഏതാണ്? ഉത്തരം ആറന്മുള വള്ളംകളി. ഓണനാളുകളിൽ തൃക്കാക്കരയപ്പന്റെ മൺരൂപങ്ങൾ സാധാരണയായി പൂക്കളത്തിന്റെ ഏത് ഭാഗത്താണ് പ്രതിഷ്ഠിക്കാറുള്ളത്? ഉത്തരം പൂക്കളത്തിന് നടുവിലായി. ഐതിഹ്യപ്രകാരം വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ട 3 അടി മണ്ണിൽ ആദ്യത്തെ 2 അടി കൊണ്ട് എന്തൊക്കെയാണ് അളന്നത്? ഉത്തരം ഭൂമിയും ആകാശവും. ഓണത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക മേളയുടെ പ്രധാന ആകർഷണം എന്താണ്? ഉത്തരം വർണ്ണാഭമായ ഘോഷയാത്ര. രണ്ടാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം അമ്മായി ഓണം. ഓണാട്, ഓടനാട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം ഏത്? ഉത്തരം കായംകുളം. സംഘകൃതികളിൽ ഓണം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഇന്ദ്രവിഴ. മൂലം നാളിലുള്ള പൂക്കളത്തിന്റെ പ്രത്യേകത എന്ത്?
ഉത്തരം ചതുരാകൃതിയിലായിരിക്കും. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം ഇന്ദ്രസേനൻ. പൂക്കളം എന്ന കവിതാ സമാഹാരം എഴുതിയതാര്? ഉത്തരം പി കുഞ്ഞിരാമൻ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഉത്തരം കാശിത്തുമ്പ. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. തിരുവോണത്തിന്റെ തലേ ദിവസം ഏത് നാൾ ആണ്? ഉത്തരം ഉത്രാടം. മഹാബലി എന്ന വാക്കിനർത്ഥം എന്ത്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. കർക്കിടക മാസത്തിലെ ഏത് നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? ഉത്തരം തിരുവോണം നാളിൽ. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഉത്തരം ദൃഗുകച്ചം എന്ന സ്ഥലത്ത്. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആര്? ഉത്തരം കശ്യപൻ. വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ മാതാവ് ആര്? ഉത്തരം അദിതി. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏത്? ഉത്തരം ഋഗ്വേദം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗം. വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. മഹാബലിയുടെ പുത്രന്റെ പേര്? ഉത്തരം ബാണാസുരൻ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.